ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ AK അഷ്റഫും കഴിഞ്ഞ 2-3 ദിവസം ബോംബെയിൽ പോയിരുന്നു. ബോംബെയിൽ പോയപ്പോൾ ബോംബെ അറിയാലോ, ബോംബെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അധോലോക സംഘങ്ങളാണ്. ഞങ്ങൾ അവിടെ ചില ആളുകളോട് ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ഈ അധോലോക സംഘം ഉണ്ടോ എന്ന്. അപ്പൊ അവർ പറയുന്നത് ഓ ജമാന ഖത്തം ഹോ ഗയാ, അബി ഇധർ അണ്ടർവേൾഡ് നയ്യ, ഓ സബ് അണ്ടർവേൾഡ് ആപ്ക കേരള മേ ഹേ എന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഓ ജമാന ഖത്തം ഹോ ഗയാ, അബി ഇധർ അണ്ടർവേൾഡ് നഹി ഹേ, ഓ അണ്ടർവേൾഡ് കേരള മേ ഹേ. ഇവിടെ ഇപ്പോ അണ്ടർവേൾഡ് ഒന്നും ഇല്ല. അധോലോകക്കാരൊക്കെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നെല്ലിക്കുന്നിന്റെ ഈ പ്രസ്താവന കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളല്ല. എന്തെങ്കിലും വസ്തുത ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ കരുതി. സർ, അന്ന് വൈകുന്നേരം തൊട്ടടുത്ത ദിവസത്തെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കാസർഗോട്ട് പോയി. കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കുമ്പോഴാണ് നെല്ലിക്കുന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥ എനിക്ക് ബോധ്യമായത്. കാസർഗോഡ് കുമ്പള ആരിക്കാട് കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ 5 പേരാണ് പിടിയിലായത്. മുസ്ലിം ലീഗ് നേതാവും മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. സാർ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാവുമായ മുജീബ് കമ്പാർ, അദ്ദേഹം നിധിശേഖരം അന്വേഷിച്ച് ഒരു കിണറ്റിലിറങ്ങി കുഴിച്ചു. അദ്ദേഹത്തെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പത്രത്തിൽ എനിക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ നെല്ലിക്കുന്നിന് സത്യത്തിൽ വിവരം കിട്ടിയിരുന്നു, ആരൊക്കെയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ വന്നവര് ആരായിരുന്നു എന്ന് എനിക്ക് കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കിയപ്പോ മനസ്സിലായി. സാർ, മുജീബ് കമ്പാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു കിണറ്റിലാണ് ഇറങ്ങിയത്. കിണറ്റിലിറങ്ങിയിട്ട് അവിടുന്ന് ഈ അണ്ടർവേൾഡിനെ പിടിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇവിടെ മാത്രം നടന്നിട്ടുള്ള സംഭവമാണ്.